കോഴിക്കോട്ടേക്കാണ്. അവിടെ നിന്നും സാനിയോ മനോമി ചേരുകയാണ്. സാനിയോ, ഗുഡ് മോർണിംഗ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കോഴിക്കോട് നിന്ന്. രോഷ്നി, ഒരാൾ മാത്രമേ ഉള്ളൂ അല്ലേ? അതെ അതെ, തീർച്ചയായും. കയ്യിൽ കുട കരുതിയിട്ടുണ്ട്. അപ്പോൾ മുന്നറിയിപ്പുകൾ പോലെയൊക്കെ തന്നെ കോഴിക്കോട് മഴ പെയ്യുന്നുണ്ട്. സാനിയോ അപ്പോൾ കയ്യിൽ കുട പിടിച്ച് നിൽക്കുകയാണ്. നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PMSSY കെട്ടിടം ഈ മാസം അവസാനം തുറക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊന്ന് പറഞ്ഞു പോവാം. പണികൾ അവസാന ഘട്ടത്തിലാണെന്ന് PWDയും മെഡിക്കൽ കോളേജും അറിയിച്ചു. PWD ഇലക്ട്രിക്കൽ വിഭാഗം കണ്ടെത്തിയ 177 പിഴവുകളിൽ ഭൂരിഭാഗവും പരിഹരിച്ചു. തീപിടുത്തത്തെ തുടർന്ന് കാഷ്വാലിറ്റി അടക്കം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം 2 മാസമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. സാനിയോ മനോമി നൽകുകയാണ് വിശദാംശങ്ങൾ. സാനിയോ, പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നറിയുന്നതിൽ ആശ്വാസം അല്ലേ? അതെ, അങ്ങനെ തന്നെ വേണം കരുതാൻ. അതായത് കഴിഞ്ഞ മെയ് 2-ാം തീയതിയാണ് വലിയൊരു തരത്തിലുള്ള തീപിടുത്തം മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയായ PMSSY കെട്ടിടത്തിലുണ്ടായത്. പിന്നീട് 5-ാം തീയതിയും ചെറിയ തരത്തിലുള്ള തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്ത എന്ന് പറയുന്നത് 177 പിഴവുകൾ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ മാത്രം കണ്ടെത്തി എന്നുള്ളതാണ്. പിന്നീട് ഇലക്ട്രിക്കൽ വിഭാഗവുമായും മെഡിക്കൽ കോളേജ് അധികൃതരുമായും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ 177 പിഴവുകളിലെ ഭൂരിഭാഗം പിഴവുകളും പരിഹരിച്ചു. ഈ മാസം അവസാനത്തോടുകൂടി PMSSY കെട്ടിടം തുറന്ന് അതിലുള്ള അത്യാഹിത വിഭാഗം പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നാണ്. നിലവിൽ ഇപ്പോൾ അത്യാഹിത വിഭാഗം പഴയ അത്യാഹിത വിഭാഗത്തിന്റെ അവിടെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സൗകര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത് മാറും എന്നുള്ളത് രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ് രോഷ്നി. ഏതായാലും ഈ മാസം അവസാനത്തോടുകൂടി തുറന്ന് പ്രവർത്തിക്കാനാകും. ഇപ്പോഴും അവിടെ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആശുപത്രി അധികൃതരും അതുപോലെ PWD അധികൃതരും പറയുന്നത്. ഏതായാലും ഈ മാസം അവസാനമായിരിക്കും പ്രവൃത്തി വീണ്ടും തുടങ്ങുക. ഓക്കെ, സാനിയോ മനോമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. 177 പിഴവുകളിൽ ഭൂരിഭാഗവും പരിഹരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്.